എല്ലാവർക്കും ലോയൽ ബില്യനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണിക്ക് ജൂൺ കയറ്റിറക്കങ്ങളുടെ മാസമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വൻ കുതിപ്പ് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് സെൻസെക്സ് 303.03 ഉയർന്നു. 0.3% നേട്ടത്തോടെ 84,058.90 ഈ വീക്കെൻഡിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 88.80 പോയിന്റ് നേട്ടത്തോടെ 25,637.80 അവസാനിപ്പിച്ചു. ജൂൺ 13 നിഫ്റ്റി ഒരു മാസത്തെ താഴ്ന്ന നിലയിലായ 24,473 പോയിന്റിൽ നിന്ന് 2025 ഉയർന്ന തലത്തിലേക്ക് എത്തുന്നതിനും ഈ ആഴ്ച സാക്ഷ്യം വഹിച്ചു. സെപ്റ്റംബറിൽ റെക്കോർഡായ 26,277 പോയിന്റിലെത്താൻ 2.7% മാത്രം പിന്നിലാണ് നിഫ്റ്റി. ഇന്ന് 2,134 ഓഹരികൾ ഉയർന്നപ്പോൾ 1,727 താഴ്ന്നു. 140 ഓഹരികളുടെ വിലയിൽ മാറ്റമുണ്ടായില്ല. ഇന്ത്യ-US വ്യാപാര കരാറിൽ വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം, ക്രൂഡ് ഓയിൽ വില താഴുന്നത്, മിഡിൽ ഈസ്റ്റ് സമാധാനത്തിലേക്ക് തിരിച്ചെത്തുന്നത് തുടങ്ങി ഒരുപിടി ആഗോള കാരണങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉണർവും വിപണിക്ക് കരുതലായി. ജൂണിൽ വ്യവസായ വളർച്ചയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെന്നതും കയറ്റുമതിയും നിർമ്മാണ മേഖലയും ഉണർവിലാണെന്ന റിപ്പോർട്ടുകളും നിക്ഷേപകർക്ക് അനുകൂല മനോഭാവത്തിന് കാരണമായി. FMCG, IT, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴികെ സൂചികകളെല്ലാം ഇന്ന് നേട്ടമുണ്ടാക്കി. എണ്ണവിലയിലെ ഇടിവും അദാനി അംബാനി എണ്ണവില കരാറും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയെ 1.19% ഉയർത്തി. ഹെൽത്ത് കെയർ, ഫാർമ, ബാങ്ക് സൂചികകളും ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ഗെയിനേഴ്സും ലോസേഴ്സും നോക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസും അദാനി ഗ്രൂപ്പും തങ്ങളുടെ എണ്ണ ഗ്യാസ് ബിസിനസ്സിൽ പരസ്പര സഹകരണത്തിന്റെ പാത തുറന്നത് അദാനി ടോട്ടൽ ഗ്യാസ് ഓഹരിക്ക് തുണയായി. 5.65% നേട്ടത്തോടെയാണ് ഈ ഓഹരി ഇന്ന് ക്ലോസ് ചെയ്തത്. ടെലികോം രംഗത്ത് നിന്നുള്ള പോസിറ്റീവ് വാർത്തകളാണ് ഭാരതി ഹെക്സകോം ഓഹരികൾക്കും ഇന്ന് തുണയായത്. 5.10% നേട്ടത്തോടെയാണ് ഓഹരി ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ്, സ്വിസ്ലോൺ എനർജി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഓഹരികളും ഇന്ന് മികച്ചു നിന്നു. ഒബ്ര റിയാലിറ്റി, ഫോണിക്സ് മിൽസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ ഓഹരികൾക്ക് ഇന്ന് ശോഭിക്കാനായില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾക്കും വലിയ ഇടിവ് നേരിടേണ്ടി വന്നു. 2.21% ഇടിവ് നേരിടേണ്ടി വന്നത്. ഇനി കേരള കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ കേരള ഓഹരികളിൽ ഇന്ന് മിന്നിച്ചത് കേരള ആയുർവേദയാണ്. 8.82% നേട്ടത്തിൽ വാരം അവസാനിപ്പിക്കാൻ ഈ ഓഹരിക്കായി. കിറ്റെക്സ് ഗാർമെന്റ്സിന് പക്ഷേ തിരിച്ചടി നേരിട്ടു. 1.20% ഇടിവ്. മുത്തൂറ്റ് ഫിനാൻസ് 0.14% താഴ്ന്നപ്പോൾ മണപ്പുറം ഫിനാൻസ് 0.33% ഉയർന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്